ശീതമാനമല്ല. ശീതമാനോ ഉഷ്ണമാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതമാനുമല്ല ഉഷ്ണമാനുമല്ല ശീതോഷ്ണമാനാകിയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിണ്ണു കളയും. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കാൻ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കാം, മാനസാന്തരപ്പെടുക. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ജയിക്കുന്നവനായി ഞാൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ചെന്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഏഴാമത്തെ സഭയാണ് ലവോദിക്യ സഭ. ഏഴാമത്തെ സഭയുടെ പ്രത്യേകത ശീതപാനുമല്ല ഉഷ്ണപാനുമല്ല ശീതോഷ്ണപാൻ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ശീതോഷ്ണപാനാകാൻ കാര്യം എന്താണെന്ന് ആമേൻ നമുക്ക് പരിശോധിച്ചാൽ, ഒന്ന്, നഗ്നനാണ്, കുരുടനാണ്, ദരിദ്രനാണ്. എന്നാലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല. കർത്താവ് നോക്കിയിട്ട് പറയുകയാണ്, നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും. 5 വിധമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിർഭാഗ്യവാൻ, അരിഷ്ടൻ, ദരിദ്രൻ, കുരുടൻ, നഗ്നൻ. നിർഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ ശപിക്കപ്പെട്ടവൻ, നിർഭാഗ്യവാൻ ഭാഗ്യമില്ലാത്തവൻ. അരിഷ്ടൻ, ആമേൻ. അരിഷ്ടൻ എന്ന് പറഞ്ഞ ആ സ്തോത്രം പദം ആമേൻ കുറച്ചുകൂടെ അർത്ഥം ആമേൻ വിശദീകരിച്ച് പഠിക്കുകയാണെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. അരിഷ്ട മനുഷ്യൻ എന്ന് പറയുന്നതിന് അർത്ഥം റോമ ഗവൺമെൻറ്റിൽ സ്തോത്രം അന്നത്തെ കാലത്തൊരു ശിക്ഷാ നടപടി ഉണ്ടായിരുന്നു. ഒരു ജീവനുള്ള കുറ്റവാളിയുടെ ശരീരത്തോട് ജീവനില്ലാത്ത ശവശരീരത്തെ വച്ച് കെട്ടിയാൽ ആ ശവശരീരം ആമേൻ എങ്ങനെ ഒക്കെ സ്തോത്രം ഇല്ലാതാകുമോ അതൊക്കെ അനുഭവിച്ച് സ്തോത്രം ഹല്ലേലൂയ ഇഞ്ചായിട്ട് മരിക്കത്തക്ക രീതിയിൽ കെട്ടിവെക്കുന്ന ഒരു നിയമമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ പേരാണ് അരിഷ്ടത. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരെങ്കിലും രക്ഷപ്പെടുത്തുവാൻ വന്നാൽ ആ കെട്ടപ്പെട്ടവനെ അഴിച്ചു വിട്ടിട്ട് രക്ഷിക്കുവാൻ വന്നവനെ പിടിച്ചു കെട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയെങ്കിൽ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല എന്ന ആ പദം ആമേൻ ഇതിനോട് ചേർന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ. ആമേൻ. ശീതവാനായിട്ട് സ്തോത്രം മാറുവാൻ ഉള്ള കാര്യങ്ങൾ സ്തോത്രം വച്ച് കെട്ടിയ ഒരു അനുഭവത്തിൽ മുന്നേറുന്ന ഒരരിഷ്ടത ദൈവാത്മാവ് കാണുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു ശവശരീരത്തെ ജീവനുള്ള ശരീരത്തോട് വച്ച് കെട്ടിയതുപോലെ തീഷ്ണതയോടെ മുന്നേറുവാൻ പ്രാപ്തിയുണ്ടെങ്കിലും ആഗ്രഹമുണ്ടെങ്കിലും ഹല്ലേലൂയ ശീതവാനാക്കി കളയുന്ന ആമേൻ കാര്യങ്ങൾ വച്ച് കെട്ടിയിരിക്കുന്നത് പോലെയുള്ള അനുഭവങ്ങളെ ദൈവാത്മാവ് കണ്ടിട്ട് പറയുകയാണ്, നീ അരിഷ്ടനാണ്.
നിനക്ക് രക്ഷപ്പെടുവാൻ താല്പര്യമുണ്ടെങ്കിലും, തീഷ്ണതയോടെ മുന്നേറുവാൻ താല്പര്യമുണ്ടെങ്കിലും, അതിൽ ഉഷ്ണവാനായി അവൻ ജീവിക്കുവാൻ താല്പര്യമുണ്ടെങ്കിലും, നിന്നെ അതിലേക്ക് വിടാതിരിക്കുവാൻ വേണ്ടി വച്ച് കെട്ടിയിരിക്കുന്ന അവൻ ജീവനറ്റതുപോലെ, തീഷ്ണത നഷ്ടപ്പെട്ടതുപോലെ ഉള്ള അനുഭവങ്ങളെ, വച്ച് കെട്ടിയിരിക്കുന്ന അനുഭവത്തെ എൻ്റെ കർത്താവ് കണ്ടിട്ട് പറയുകയാണ്, നീ അരിഷ്ടനാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്, അവൻ ശീതവാനായിരിക്കാൻ പാടില്ല, ഉഷ്ണവാനായിരിക്കണം, അല്ലെങ്കിൽ ദൈവം ഉമിഴ്ന്ന് കളയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ 5 പദങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ, 1 ആമേൻ നിർഭാഗ്യവാൻ, ശപിക്കപ്പെട്ടവൻ. 2 ആമേൻ അരിഷ്ടൻ. 3 ദരിദ്രൻ. ഹല്ലേലൂയ, സ്തോത്രം. കുരുടൻ, നഗ്നൻ. ഹല്ലേലൂയ. അപ്പോൾ ഇത് വിശദീകരിക്കേണ്ട കാര്യമില്ല. ആമേൻ. അപ്പോൾ 5 കൂട്ടം കാര്യങ്ങൾ, സ്തോത്രം, ലവോദിക്യ സഭയെ നോക്കി കർത്താവ് പറയുകയാണ്. ആമേൻ, ഹല്ലേലൂയ. അടുത്ത് പറയുകയാണ് കർത്താവ്, നീ സമ്പന്നൻ ആകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിനെ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്കു വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ സമ്പന്നനാകണം. ആമേൻ. എന്ത് പ്രാപിക്കണം? ഹല്ലേലൂയ, പൊന്ന്. ആമേൻ, വിലയേറിയ പൊന്ന്. ആമേൻ, സ്തോത്രം. തീയിൽ ഊതിക്കഴിച്ച പൊന്ന് വാങ്ങണം. അതുപോലെ നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ള ഉടുപ്പ്, ആമേൻ, എന്ത് ചെയ്യണം? ഹല്ലേലൂയ, പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. കണ്ണിന് ലേപം ആവശ്യമാണ്. കാഴ്ച ലഭിക്കേണ്ടതിന് ലേപം ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ സമ്പന്നനാകാൻ പൊന്ന് ആവശ്യമാണ്. പൊന്ന് മേടിക്കണം. പൊന്ന് സമം വിശ്വാസം. അപ്പോൾ അരിഷ്ടനാകാൻ അല്ലെങ്കിൽ ദരിദ്രനാകാൻ കാര്യം എന്താണെന്നറിയും? സംശയമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശ്വാസക്കുറവാണ്. ഹല്ലേലൂയ, ദരിദ്രനാകാൻ കാര്യം, അല്ലെങ്കിൽ നിർഭാഗ്യവാനാകാൻ, ശപിക്കപ്പെടുവാൻ കാര്യം സംശയമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആമേൻ, വിശ്വാസം നമ്മിലുണ്ടോ? വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ഉറപ്പും നിശ്ചയവും നഷ്ടപ്പെട്ട അനുഭവത്തെ നോക്കി ദൈവം പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം, നീ വിശ്വാസമെന്ന ആമേൻ പൊന്നിനെ പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏദൻ തോട്ടത്തിൽ നിന്ന് ഒരു നദി പുറപ്പെടുവാനിടയായി. ഹല്ലേലൂയ, സ്തോത്രം. അത് 4 ശാഖയായി പിരിയുവാനിടയായി. ആമേൻ, സ്തോത്രം. അത് ഒന്നാമത്തെ നദി, ഹല്ലേലൂയ, ഹവീല ദേശത്തേക്ക് ഒഴുകുന്നു. ആ ദേശത്തിൻ്റെ പ്രത്യേകത നല്ല മേൽത്തരമായ പൊന്നുണ്ടെന്നാണ്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ രാത്രി ആമേൻ, ഹല്ലേലൂയ, യാത്ര ചെയ്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നാട്ടിൽ പോയിരുന്നു. പ്രത്യേക ആവശ്യത്തിന് വേണ്ടി പോയിരുന്നു. ആമേൻ, രാത്രി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് വന്നപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, പൊന്നുമായിട്ട് ബന്ധപ്പെട്ട് ആമേൻ ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ ഇതിനെ നോക്കി ഇരുന്നിട്ട്, സ്തോത്രം, പാസ്റ്റർന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ഹല്ലേലൂയ തിരിച്ചറിഞ്ഞ് ഒത്തിരി നേരം കഴിഞ്ഞിട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം, ആമേൻ, നമ്മൾ ചവിട്ടി നടക്കുന്ന, സ്തോത്രം, മണ്ണിനടിയിലും ഒക്കെ പൊന്നിൻ്റെ അംശമൊക്കെ ഉണ്ട്. പക്ഷേ അതിന്, സ്തോത്രം, ഉത്സാഹം കാണിക്കാൻ
അല്ലെങ്കിൽ അനുവാദം ലഭിക്കാത്തത് കൊണ്ടൊക്കെ ഹല്ലേലൂയ അങ്ങനെ ആയിരിക്കുകയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ പൊന്ന് അവൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ആഫ്രിക്ക രാജ്യത്തെന്ന് അവൻ കേൾക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആഫ്രിക്കയിലാണ് കൂടുതൽ പൊന്ന് സ്തോത്രം എടുക്കുന്നതെന്ന് അറിയുവാനിടയായി. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ ഈ ഹവീല ദേശം പൊന്ന് ധാരാളമുണ്ടെന്ന് ദൈവവചനം ഉണ്ടല്ലോ എന്ന് ഇങ്ങനെ സ്തോത്രം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ മനസ്സിൽ വന്നപ്പോൾ സ്തോത്രം അറബി രാജ്യങ്ങളിലാണ് ഹല്ലേലൂയ അറബി രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട ഈജിപ്റ്റ് രാജ്യവുമായി ബന്ധപ്പെട്ട സ്ഥലമാണ് ഹവീല ദേശമെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സ്തോത്രം പൊന്ന് അവിടെ ഉണ്ടെങ്കിലും ആമേൻ ഇതുവരെ പൊന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല, എടുക്കാൻ ഉത്സാഹിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പെട്രോൾ മാത്രം എന്ത് ചെയ്യും? ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. അവൻ പറഞ്ഞു വന്നത് സ്തോത്രം നമ്മിൽ തന്നെ വിശ്വാസമുണ്ടെങ്കിലും ഹല്ലേലൂയ ഈ ഭാഗം ഇങ്ങനെ കണക്ട് ചെയ്ത് പറയുകയാണ്. ആമേൻ. ഇന്ന് പകലിൽ ദൈവാത്മാവ് വ്യക്തമായിട്ട് സംസാരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഭാഗം ഹല്ലേലൂയ എടുക്കുവാനിടയായത്. ആമേൻ. സ്തോത്രം പൊന്ന് അഥവാ വിശ്വാസം നമുക്ക് ഹല്ലേലൂയ വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ്. പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, വചനം കേൾക്കുന്നു, ആമേൻ, ശുശ്രൂഷിക്കുന്നു. എന്നാൽ വിശ്വാസമില്ലെങ്കിൽ, സംശയമുണ്ടെങ്കിൽ ആമേൻ, എന്നെയും നിങ്ങളെയും നോക്കി ദൈവം പറയുന്ന ഒരു കാര്യമാണ് ഹല്ലേലൂയ സമ്പന്നനല്ല, ദരിദ്രനാണ്. ആത്മീകമായി ദരിദ്രനാണ്. ദൈവത്തിൽ വിശ്വസിക്കാം, വചനത്തിൽ വിശ്വസിക്കാം, ആത്മീകമായി സമ്പന്ന അവസ്ഥയിലേക്ക് എത്തണം. രണ്ടാമത് പറഞ്ഞിരിക്കുകയാണ് ലജ്ജ വെളിവാകാതെ വണ്ണം വെള്ള ഉടുപ്പ് എന്ത് ചെയ്യണം? പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. നഗ്നത മാറ്റുവാൻ വേണ്ടി, നഗ്നരാണെന്ന് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ഒരു തേജസ്സിന്റെ വസ്ത്രം ആദാമിന് ഹവ്വയ്ക്കും കൊടുത്തിരുന്നു. മണ്ണിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ആര്? ആദാം. വാരിയലിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഹവ്വ. തേജസ് നഷ്ടമായപ്പോ ദൈവം എന്ത് ചെയ്യാണ്? ഹല്ലേലൂയ ഒരു ആടിനെ ആമേൻ അറുത്ത് അതിൽ നിന്ന് അതിൻ്റെ തോലെടുത്ത് വസ്ത്രമുണ്ടാക്കി ആമേൻ ഉടുപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. യോഗ്യരല്ലെങ്കിലും യോഗ്യരാക്കി തീർത്ത് ആദാമിനെ ഹവ്വയെയും നഗ്നതയെ മറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ യോഗ്യരെ വിളിച്ചെങ്കിലും യോഗ്യരാരും ആമേൻ കല്യാണത്തിന് വരാതിരിക്കുമ്പോൾ മത്തായി സുവിശേഷം 22 പറഞ്ഞിരിക്കുന്ന ഉപമയിൽ ആമേൻ സ്തോത്രം യോഗ്യരായവർ വിളിക്കപ്പെട്ടവർ അകത്തു വരാതിരിക്കുമ്പോൾ ആമേൻ വരാതിരുന്നപ്പോൾ യോഗ്യരല്ലാത്തവരെ ദൈവം ആമേൻ സ്തോത്രം തിരഞ്ഞെടുക്കുവാനിടയായി. മുഷിഞ്ഞ വസ്ത്രമെല്ലാം മാറ്റി നല്ല വസ്ത്രത്തെ കൊടുത്തിട്ടാണ് അവൻ ആരൊക്കെ വസ്ത്രം ധരിച്ച് നല്ല രീതിയിൽ വന്നിരിക്കുന്നു എന്ന് നോക്കുമ്പോൾ ഒരുവൻ മാത്രം അവൻ വിശേഷ വസ്ത്രം ധരിക്കാതെ വന്നിരിക്കുകയാണ്. സ്നേഹിത, കല്യാണ വസ്ത്രമില്ലാതെ അകത്ത് വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. അങ്ങനെ ആയിരുന്നോ ചോദിക്കേണ്ടിയിരുന്നു? യൂദാസിനെയും വിളിച്ചത് സ്നേഹിത. അവിടെയും വസ്ത്രമെന്ന വിഷയമാണ്. തെരഞ്ഞെടുക്കപ്പെട്ടവന് വസ്ത്രമുണ്ട്. വസ്ത്രമുള്ളവൻ തെരഞ്ഞെടുക്കപ്പെടും. വിളിക്കപ്പെട്ടവർ അനേകർ, തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. പോയി ഫലം കായ്ക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട നിഷ്കളങ്കരായി വിശുദ്ധരായി തീരുവാൻ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വസ്ത്രം ആവശ്യമാണ്. തേജസ്സിന്റെ വസ്ത്രം ആവശ്യമാണ്. നീതിയുടെ വസ്ത്രം ആവശ്യമാണ്. സ്തുതി എന്ന മേലാട് ആവശ്യമാണ്. രക്ഷയുടെ വസ്ത്രം ആവശ്യമാണ്. സർവ ആയുധ വർഗം ആവശ്യമാണ്. ഇതിലേതെങ്കിലും ഒന്ന് നഷ്ടമായാലും ശോധന ചെയ്യുന്ന ദൈവം സ്നേഹിത നിന്റെ വസ്ത്രം എവിടെയെന്ന് ചോദിക്കും. ഇന്ന് പകൽക്കാലം ഏതിലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മടങ്ങി വരാൻ ദൈവാത്മാവ് ഇടപെടുകയാണ്. നിന്റെ കണ്ണിന് എഴുതുവാൻ ലേപം
ചോദിക്കുക. ദൈവം സ്തോത്രം ആഗ്രഹിക്കുന്ന ശുദ്ധീകരണത്തോട് കൂടിയ അതിവിശുദ്ധമായ ഹല്ലേലൂയ വിശ്വാസത്തെ പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. ആമേൻ. പൊന്ന് ഹല്ലേലൂയ ഒത്തിരി ശോധനകളിലൂടെ കടന്നുപോയിട്ടാണ് ശുദ്ധമാകുന്നത്. ഹല്ലേലൂയ. മണ്ണിൻ്റെ അംശം കാണും, വിവിധമായ ലോഹങ്ങൾ ഉൾക്കൊണ്ട ഒരു കാര്യമാണ് പൊന്ന്. അതിനെ സ്തോത്രം കടത്തിവിടുന്ന പ്രോസസ് എന്ന് പറയുന്നത് മിഷ്യനിലേക്ക് ഹല്ലേലൂയ ഈ മണ്ണിനെ ഒന്ന് ഇട്ടുകൊടുത്താൽ മതി, മണ്ണ് മാറും, അതുപോലെ ചെമ്പ് മാറും, അതുപോലെ സ്തോത്രം ഏതൊക്കെ വേർതിരിയണമോ വേർതിരിയും. സ്തോത്രം അവസാനം വരുന്നത് ശുദ്ധമായ പൊന്ന്. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് തീയിൽ ഊതിക്കഴിച്ച ആമേൻ പൊന്ന് വിലയ്ക്ക് വാങ്ങണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. ശോധനയിലൂടെ, വേദനയിലൂടെ, രോഗങ്ങളിലൂടെ ആമേൻ ഹല്ലേലൂയ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസം വർദ്ധിക്കണം, സംശയം കത്തിപ്പോകണം. ഹല്ലേലൂയ. സംശയമുണ്ടോ? ആമേൻ. നമ്മൾ ദരിദ്രൻ. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസമുണ്ടോ? നമ്മൾ സമ്പന്നരാണ്. ടെസ്റ്റിംഗ് ആമേൻ വേടാണ് ഇത്. ഹല്ലേലൂയ. സംശയമുണ്ടോ? ദരിദ്രരാണ്. ആമേൻ. വിശ്വാസമുണ്ടോ? സമ്പന്നരാണ്. ഹല്ലേലൂയ. അടുത്ത് വായിക്കുന്നത് ആമേൻ ലജ്ജ വെളിവാകാതെ വണ്ണം എന്ത് ചെയ്യണം? വെള്ള ഉടുപ്പ്. പ്രൈസ് ദി ലോർഡ് ആവശ്യമാണ്. സ്തോത്രം. വെള്ള ഉടുപ്പ് ആവശ്യമാണ്. ഹല്ലേലൂയ. ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ആമേൻ ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കുമെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ ഹല്ലേലൂയ ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ഹല്ലേലൂയ സ്തോത്രം ധരിക്കും. വെള്ള ഉടുപ്പ് ആമേൻ പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. പ്രാഗൽഭ്യം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. കണ്ണിനെഴുതുവാൻ ലേപം ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. തെളിവായി കാണുവാൻ വേണ്ടി, തെളിവായിട്ട് ദർശിക്കുവാൻ വേണ്ടി ഹല്ലേലൂയ ദർശനം ആവശ്യമാണ്, വെളിപ്പാട് ആവശ്യമാണ്. ഹല്ലേലൂയ സ്തോത്രം. വിവേചനം ആവശ്യമാണ്. ഹല്ലേലൂയ. കണ്ണ് തെളിവായിട്ട് ആമേൻ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ കണ്ണ് തെളിവായിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണമേ. ലവോദിക്യ സഭയുടെ കാര്യം ശീതോഷ്ണവാനാണ്. 2 നിർഭാഗ്യവാനാണ്. 3 അരിഷ്ടനാണ്. ദരിദ്രൻ, കുരുടൻ, നഗ്നൻ. 6 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നുണ്ട്. ഇനി 7ാമത്തെ കാര്യമാണ് യേശു പുറത്താണ്, ഹൃദയത്തിന് പുറത്താണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ 7 പ്രത്യേകതകൾ ഉള്ള ലവോദിക്യ സഭയെ കർത്താവ് മടക്കി കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? വിശ്വാസം, വിശുദ്ധി, ദൈവാത്മാവിൻ്റെ ആ ഒരു പ്രകാശം സ്തോത്രം കണ്ണിൽ ലഭിക്കുവാൻ വേണ്ടി ബുദ്ധി ഉപദേശിക്കുകയാണ്. ഹല്ലേലൂയ. അതിനെ മേടിക്കുവാൻ വേണ്ടി ദൈവം പറയുകയാണ്. പിന്നെ 4ാമത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഹല്ലേലൂയ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ. അപ്പോൾ വാതിൽ തുറന്നാൽ സ്തോത്രം ഹല്ലേലൂയ അകത്ത് ക്ഷണിച്ചാൽ സ്തോത്രം എന്തായിത്തീരും? ശീതവാൻ എന്ന പേര് അല്ല, ഉഷ്ണവാനായിട്ട് മാറും എന്ന് ഹല്ലേലൂയ കർത്താവ് ഈ വചനങ്ങളിലൂടെ അവൻ അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ആമേൻ സ്തോത്രം പോയി ഫലം കായ്ക്കാൻ, വിശുദ്ധരാകാൻ, നിഷ്കളങ്കരാകാൻ, തീക്ഷ്ണതയുള്ളവരായി മാറാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുകയാണ് തിരഞ്ഞെടുക്കപ്പെട്ടവരെ മടക്കി കൊണ്ടുവരുവാൻ. സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഇടപെടുകയാണ്. ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ
എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോട് കൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഏഴാമത്തെ സഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്നത് ഹല്ലേലൂയ ജയിക്കുന്നവന് സിംഹാസനം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം ചെയ്യുന്നത് എല്ലാം ഓർഡറായിട്ട് ചെയ്യുന്ന ദൈവം. ആമേൻ. ആദ്യമേ സിംഹാസനത്തിൽ ഇരുത്തിയ കുറവോടെ സിംഹാസനത്തിൽ ഇരിക്കേണ്ടി വരും. ആമേൻ. എന്നാൽ ജയിക്കുന്നവന് ഒന്നൊന്ന് നമുക്ക് വചനത്തിലൂടെ സഞ്ചരിക്കാം. ആമേൻ. 2-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പറുദീസയിലുള്ള ജീവന്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നുവാൻ കൊടുക്കും. ആദിമ മനുഷ്യർക്ക് പരാജയം സംഭവിച്ചപ്പോൾ പുറത്താക്കപ്പെട്ട മാനവരാശിയെ അകത്ത് കയറാൻ അനുവദിക്കാത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്ന് എന്നേക്കും ജീവിക്കാതിരിക്കാൻ വേണ്ടി. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വന്നാൽ ജയിക്കുന്നവന് ആമേൻ എന്ത് കൊടുക്കും? ഞാൻ ദൈവത്തിൻ്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നുവാൻ കൊടുക്കും. ആമേൻ. ഹല്ലേലൂയ. 2-ാമത്തെ സഭയോട് ദൈവം പറഞ്ഞിരിക്കുന്നത് 11-ാമത്തെ വാക്യം, ജയിക്കുന്നവന് 2-ാം മരണത്താൽ ദോഷം വരികയില്ല. ആമേൻ. നരകത്താൽ പാതാളത്താൽ ദോഷം വരികയില്ല. പ്രൈസ് ദി ലോർഡ്. കാര്യം എന്താണെന്ന് അറിയോ? സാത്താനാൽ ഉപദ്രവിക്കപ്പെട്ട അനുഭവം. ഹല്ലേലൂയ. അതുപോലെ തടവിലാക്കപ്പെടുന്ന അനുഭവത്തിലൂടെ കടന്നുപോയെങ്കിലും ഹല്ലേലൂയ മരണപര്യന്തം വിശ്വസ്തനായിരുന്നത് കൊണ്ട് ആ സഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുകയാണ് 2-ാം മരണത്താൽ ദോഷം വരികയില്ല. അപ്പോൾ ആദ്യത്തെ സഭയ്ക്ക് സ്നേഹം, 2-ാമത്തെ സഭയ്ക്ക് വിശ്വസ്തത. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 3-ാമത്തെ സഭയോട് കർത്താവ് പറയുകയാണ്. ആമേൻ. 17-ാമത്തെ വാക്യം, ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേര് കൊടുക്കും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അപ്പോൾ ഇവിടെ ആമേൻ കർത്താവിൻ്റെ വചനം ശക്തമായിട്ട് ഹല്ലേലൂയ, വിഗ്രഹാർപ്പിതം തിന്നരുത്, അതിനെ ആചരിക്കരുത്, സ്തോത്രം, ഹല്ലേലൂയ എന്ന് ആമേൻ ഉപദേശിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനെ ജയിക്കുന്നവന് അപ്പോൾ വേർപാട് അനുഷ്ഠിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വേർപാട് അനുഷ്ഠിക്കുക എന്ന് ഒരു മുന്നറിയിപ്പ് ദൈവം കൊടുക്കുകയാണ്. സ്നേഹം, വിശ്വസ്തത, വേർപാട് അല്ലെങ്കിൽ വിശുദ്ധി, വേർപാട്. പ്രൈസ് ദി ലോർഡ്. വേർപാട് അനുഷ്ഠിക്കുന്ന പ്രിയമുള്ളവർക്ക് ആമേൻ മറഞ്ഞിരിക്കുന്ന മഞ്ഞ കൊടുക്കും, വെള്ളക്കല്ല് കൊടുക്കും, ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതായ കല്ലിന്മേൽ എഴുതിയിരിക്കുന്ന പുതിയ പേര് കൊടുക്കും. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. 4-ാമത്തെ സഭയ്ക്ക് കർത്താവ് പറയുകയാണ്. ഹല്ലേലൂയ. അതിൻ്റെ അവസാന വാക്യം ആമേൻ 29-ാമത്തെ വാക്യം. ആമേൻ. ഹല്ലേലൂയ. 26 ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോടെ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് ചെയ്യുന്ന ആ ഒരു കാര്യം, എന്നേക്കും ജീവിച്ചിരിക്കാൻ ജീവവൃക്ഷത്തിൻ്റെ ഫലം കൊടുക്കുന്നു. 2, നരകത്തിന് അധികാരമില്ലാതെയാക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. 3-ാമത് മറഞ്ഞിരിക്കുന്ന മഞ്ഞ കൊടുക്കുന്നു. ആമേൻ. 4-ാമത് പറയുകയാണ് അധികാരം കൊടുക്കുന്നു. അധികാരം കൊടുക്കുന്നു. ഹല്ലേലൂയ. പിന്നെ പറഞ്ഞിരിക്കുകയാണ് വെള്ള ഉടുപ്പ് ധരിച്ച്. ആമേൻ. 5-ാമത്തെ വാക്യം 3-5 വായിക്കുമ്പോൾ ജയിക്കുന്നവന് വെള്ള ഉടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് വായിച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുൻപിലും അവന്റെ പേർ ഏറ്റുപറയും. സ്തോത്രം. വെള്ള ഉടുപ്പ് ധരിക്കും. ഹല്ലേലൂയ. 7-ാമത്തെ അല്ലെങ്കിൽ 6-ാമത്തെ സഭയോട് കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ആമേൻ. 12-ാമത്തെ വാക്യം 3:12. ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും, അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകുകയില്ല. എന്റെ ദൈവത്തിന്റെ നാമവും എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ
ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒന്നൊന്നായിട്ട് പൂർണ്ണത വരുത്തിയ ശേഷമാണ് അവസാനം പറഞ്ഞിരിക്കുന്നത് ആമേൻ സിംഹാസനം കൊടുക്കും. ഹല്ലേലൂയ.